അങ്ങനെയല്ല, ഒരു പ്രായത്തിന് അടിസ്ഥാനമായിട്ട് ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് ന്യൂ ജനറേഷൻ ചിന്തകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പഴയ പത്മരാജൻ സാറിൻ്റെ കഥകൾ വായിക്കുമ്പോഴായാലും സിനിമകൾ കാണുമ്പോഴായാലും അന്നും ഇന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്നും ഇങ്ങനത്തെ സാഹചര്യങ്ങളും റിലേഷൻഷിപ്പും ഉണ്ടോ എന്ന് നമുക്ക് ഇന്നും അത്ഭുതകരമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കായാലും പുതിയ ചിന്തകൾ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ പുതിയ ന്യൂ ജനറേഷൻ ചിന്തകൾ വരുന്നതിനോട് എനിക്ക് യാതൊരു ഒരു വിരോധവും ഇല്ല. പക്ഷേ ഒരു പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കുട്ടികളെല്ലാം ന്യൂ ജനറേഷൻ അവർ ചെയ്യുന്നതെല്ലാം പോകൃതരമാണ് എന്ന് പറയുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. കാരണം ഞാനും കാണാറുണ്ട്. കാരണം പണ്ട് ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ അവർക്ക് സോഴ്സ് ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു വിദേശ ചിത്രം കാണാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന കാസറ്റ്സുകളോ അങ്ങനെ എന്തെങ്കിലും വളരെ പ്രഷ്യസ് ആയിട്ട് കിട്ടുമ്പോഴാണ് അവരതിട്ട് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത്രയും സോഴ്സ് ഉണ്ട്. നമുക്കൊന്നൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിലുള്ള ചിത്രങ്ങളായാലും നമുക്ക് കാണാൻ പറ്റും, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും, അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റി വായിച്ചറിയാൻ സാധിക്കും. ബുക്സുകൾ ധാരാളം അവൈലബിൾ ആണ്. അപ്പം ഇത്രയും സോഴ്സ്, ഈ ഒരു എക്സ്പോഷർ ഇന്നത്തെ ജനറേഷന് കിട്ടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം അത്രയും ആ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പം ഒരു എന്താ പറയുക, മലയാള സിനിമ അല്ലെ ഹോളിവുഡ് സിനിമ എന്നൊരു തരംതിരിവ് കുറഞ്ഞു വരുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ളൊരു സിനിമകളെ ഒരേ ലെവലിൽ നിർത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ള പുതിയ ആൾക്കാരൊക്കെ താരതമ്യപ്പെടുത്തുന്നത്. അപ്പം ആ ഒരു സംഭവത്തിൽ നമ്മുടെ മലയാള സിനിമയിലും ഏത് ലാംഗ്വേജിലായാലും ആ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം എനിക്കിഷ്ടപ്പെട്ട സംഭവങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ തീവ്രത്തിലാണ് എന്നെ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടതും ഞാൻ കുറേ കൂടെ ഒരുപാട് വർക്ക് ചെയ്തതും ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു, രാഘവൻ. കാരണം അത് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാൻ ഒട്ടും പരിചയിച്ചിട്ടില്ലാത്ത ഒരു ആളാണ് രാഘവൻ്റെ ക്യാരക്ടർ. അയാൾക്ക് ഒരു വൈഫുണ്ട്, ഓട്ടോ ഡ്രൈവറാണ്, വളരെ താഴ്ന്ന ഒരു ഫാമിലി ജീവിക്കുന്ന ആളാണ്, ഒരു ക്രൂക്കട്ട് മൈൻഡുള്ള ആളാണ്. അപ്പം ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ എനിക്ക് രൂപേഷേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടി. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സമയം എടുത്തത്. അത് തന്നെയായിരിക്കും ഞാൻ കുറേ കൂടി ഇൻവോൾവ് എന്നല്ല, ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആ ഒരു എഫേർട്ട് എടുത്ത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലാസ്റ്റ് സപ്പറിലായാലും സെവൻത് ഡേയിലായാലും എൻ്റെ ഏജിലുള്ള ഞാനുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിയാനിസ്റ്റിൽ ഇപ്പം വളരെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അവൻ. മനു എന്ന് പറയുന്ന ക്യാരക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ഷോപ്പിലും സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത് വളരെ റിസർവ്ഡ് ആയിട്ടുള്ളൊരു പാവത്താൻ പയ്യൻ. പക്ഷേ അവൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ സാധാരണ ആ ഒരു ഏജിലുള്ള ആൾക്കാരെക്കാട്ടിലൊക്കെ അപ്പുറമാണ്. അവനൊരു സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക, ഇത്ര വലിയൊരു കൺസേർട്ട് നടത്തുക, പ്ലേ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവൻ്റെ ഒരു ജീവിതാഭിലാഷമാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യും, എല്ലാ ദിവസവും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, ഓരോ നോട്ട്സുകൾ ഉണ്ടാക്കുകയും പിയാനോയിൽ ഇരുന്നിട്ട്. അപ്പം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആൾക്ക് ഒരു ഗേൾ ഫ്രണ്ട്, നമ്മുടെ ചിത്ര നൈല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വരികയും ആ ഒരു ലവ് ബോണ്ടാവുകയും അവളും ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തതിന് പിന്നെ ഇവരുടെ ഒരുമിച്ചുള്ളൊരു യാത്രയാണ് പിയാനിസ്റ്റിൽ. ഇല്ല, റൊമാൻസ് ഉണ്ട്, പക്ഷേ അങ്ങനത്തെ അത്രയും ഒരു റിസർവ്ഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എങ്കിലും പോലും ഞാൻ ഇങ്ങനെ ആരുടെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് ഒന്ന് സംസാരിച്ച് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എനിക്ക് ആ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടണം, ഒന്ന് മിങ്കിളായി വരണമെങ്കിൽ. ആ ഒരു പ്രശ്നം മാത്രമേ എൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ റൊമാൻസും കാര്യങ്ങൾ. സിനിമയിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് മാക്സിമം ഇൻവോൾവ് ചെയ്ത മനസ്സിനോട് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കാനും ആ ഒരു ടീം വർക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനും, അപ്പം ഓരോ ക്രിയേറ്റിവിറ്റി ഇൻപുട്ട് ഓരോരുത്തരുടെ ചിന്തകൾ, അപ്പം നമ്മളുടെ മാത്രം ചിന്തകളല്ല ഒരു സിനിമയിൽ നിന്ന് വരുന്നത്. എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് വെക്കുന്ന യൂണിറ്റിലെ ചേട്ടൻ ഉൾപ്പെടെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരുടെ ചിന്തകൾ ഒരുമിച്ച് വന്ന ഒരു പ്രോഡക്റ്റായിട്ട് പുറത്തിറങ്ങുമ്പോൾ അത് പല ആൾക്കാരാണ് കാണുന്നത്, പല ചിന്തകളിൽ നിന്നും പല വീട്ടുകളിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അപ്പം അത്തരത്തിലൊരു ടീം വർക്ക് ഞാൻ ഒരുപാട് പഠിച്ചത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴായാലും നമുക്ക് ഇത്തരം ഒരു എഫേർട്ടും ഒരു കൂട്ടായ്മയും ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ പഠിച്ചത് സിനിമയിൽ നിന്ന് തന്നെയാണ്. സംവിധായകൻ്റെ മാത്രമല്ല, ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് എപ്പോഴും സംവിധായകൻ തന്നെയായിരിക്കും. പക്ഷേ ബാക്കി എല്ലാ ക്രൂവും അതിനകത്ത് ഇൻവോൾവ് ചെയ്തും അവരുടെ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ അതിൻ്റെ ഒരു ടോട്ടൽ ഒരു ക്വാളിറ്റിയിൽ എത്തുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എത്ര നല്ല ഡയറക്ടറായാലും എത്ര നല്ല കഥയായാലും അഭിനേതാക്കൾ നന്നായില്ലെങ്കിൽ അത് അത്രത്തോളം ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എത്ര നല്ല അഭിനേതാക്കളാണ് നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അവരുടെ പെർഫോമൻസും അതേപോലെ ബാധിക്കും. അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും, ഇപ്പം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക്, ക്യാമറ, ഡയറക്ഷൻ, എല്ലാ മേഖലകളിൽ നിന്നും അവരുടേതായ മാക്സിമം എഫേർട്ടും സിൻസിയറിറ്റിയും കിട്ടിയാൽ മാത്രമേ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് പുറത്തു വരുമെന്ന് എനിക്ക് തോന്നുന്നു.
അത് ഒരു പരിധി വരെ അത് നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു പ്രീ ജഡ്ജ്മെൻറ്റോടുകൂടി സിനിമ കാണാതെ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി കഥകളെ പറ്റി പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അതായത് ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് പറയുക എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ബാക്കി നമ്മൾ എത്ര ഈ പബ്ലിസിറ്റി ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ വളരെ ഈസി ആയിട്ടുള്ളതും വളരെ റീച്ച് കിട്ടുന്നതുമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ. അത് അങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സംഭവം തന്നെ. സോഷ്യൽ മീഡിയ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഫേസ്ബുക്കിലായാലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിലായാലും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവരിലെല്ലാം എനിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടിൽ എത്രയോ എളുപ്പമാണ് ഒരു ട്രെയിലർ ഞാൻ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് അത്രയും ആൾക്കാർ അറ്റ് എ ടൈം കാണുകയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാൻ വർക്ക് ചെയ്തതായാലും എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്ത സിനിമകളിലായാലും ഞാൻ ഷെയർ ചെയ്യും, മാക്സിമം ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യിക്കാനൊക്കെ ഞാനും ശ്രമിക്കാറുണ്ട്.